കൂട്ടുകാർക്കും ഈസി ഫിസിക്സിലോട്ട് സ്വാഗതം. പിക്ചർ 1, പിക്ചർ 2, പിക്ചർ 3. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു. സ്കൂൾ മുറ്റത്തുള്ള ഒരു കൊടിമരത്തിൻ്റെ പിക്ചറാണത്. രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും നിഴലിൻ്റെ നീളം ഒരുപോലെയായിട്ടാണോ കാണപ്പെടുന്നത്? ഉച്ച സമയത്ത് നിഴലിൻ്റെ നീളം കുറഞ്ഞതായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ സമയം നോക്കിയിരുന്നത് നിഴലിൻ്റെ നീളം നോക്കിയാണ്. നിഴലിൻ്റെ നീളം നോക്കി നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു വൃക്ഷം, അതിൻ്റെ നിഴലിൻ്റെ നീളം രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും ഒന്ന് നോക്കൂ. ഏറ്റവും കൂടുതലായി നീളം കാണപ്പെടുന്നത് ഏത് സമയത്താണ്? കുറഞ്ഞതായി കാണപ്പെടുന്നത് ഏത് സമയത്താണ് നോക്കാം. ഉച്ച സമയത്തായിരിക്കും നിഴലിൻ്റെ നീളം കുറഞ്ഞതായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് പൂർവികർ സമയം നോക്കുന്നതിന് വേണ്ടി നിഴൽ ഘടികാരങ്ങളും ഉപയോഗിച്ചിരുന്നു. എന്താണ് നിഴൽ ഘടികാരം? നമുക്ക് ആ നിഴൽ ഘടികാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഒരു നിഴൽ ഘടികാരം ഉണ്ടാക്കുന്നത്? നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു പലക എടുക്കുക. ആ പലകയിൽ ഒരു നീളമുള്ള കമ്പി സ്ഥാപിക്കുക. അതിനുശേഷം വെയിലുള്ള ഭാഗത്ത് ഈ പലക കൊണ്ടുവയ്ക്കുക. അപ്പോൾ കമ്പിയുടെ നിഴലിൻ്റെ നീളം രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരത്തും ഒരുപോലെയാണോ കിട്ടുന്നതെന്ന് നോക്കൂ. ആ നിഴലുകളുടെ നീളത്തിന് വ്യത്യാസം സംഭവിക്കും. ഉച്ച സമയത്ത് നിഴലിൻ്റെ നീളം കുറഞ്ഞതായി കാണപ്പെടുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ മുത്തശ്ശിമാരൊക്കെ സമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിഴൽ ഘടികാരങ്ങളും ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന നിഴൽ ഘടികാരത്തിൻ്റെ പിക്ചേഴ്സാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഡീമെറിറ്റ്സ് ഓഫ് സൺ ഡയൽ. എന്താണ് നിഴൽ ഘടികാരത്തിൻ്റെ ലിമിറ്റേഷൻസ്? രാത്രി സമയമാകുമ്പോൾ സൂര്യനും അതുപോലെ തന്നെ നിഴലൊക്കെ നമുക്ക് എവിടെ കിട്ടും? പകൽ സമയത്ത് മാത്രമാണ് നിഴൽ ഘടികാരം വെച്ചിട്ട് സമയം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പൂർവികർ രാത്രി എങ്ങനെയാണ് സമയം കണ്ടുപിടിച്ചിരുന്നത്? അതിനായി അവർ വാന നിരീക്ഷണം നടത്തിയിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് സമയം പറഞ്ഞിരുന്നു. എന്താണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം? ഒരു നട്ടുച്ച മുതൽ മറ്റൊരു നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. സോളാർ ദിനം ഒരു നട്ടുച്ച മുതൽ പിറ്റേ ദിവസത്തെ നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായി ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ 24 തുല്യ ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ മണിക്കൂറിനെയും വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ ഓരോ ഭാഗത്തെ നമുക്ക് മിനിറ്റ് എന്ന് പറയാം. ഇനിയോ ഈ ഓരോ മിനിറ്റിനെയും വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ ഓരോ ഭാഗത്തെയും സെക്കൻഡ് എന്ന് പറയാം. എന്താ നമ്മൾ പറയുന്നത്? ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കുന്നതിനായി ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ 24 തുല്യ ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് ഒരു മണിക്കൂർ. ഈ ഒരു മണിക്കൂറിന് വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ ഭാഗങ്ങളെയും നമുക്ക് മിനിറ്റ് എന്ന് പറയാം. ഈ മിനിറ്റിനെ വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്.
ഇവ ഓരോ ഭാഗത്തെയും നമുക്ക് സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എസ് കൊണ്ടാണ്. The basic unit of time is second, denoted by small letter s. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിനെ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് സൂചിപ്പിക്കുന്നു. The basic unit of time is second, denoted by small letter s. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.